ഹല്ലേലൂയ. സ്തോത്രം. ദൈവ നാമം മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം ആധികാരികമായി എല്ലാവർക്കും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു സന്ദേശം അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പാവനിയായ സ്ത്രീ യഹൂദന്മാർ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് യേശു ക്രിസ്തു അവിടെ വന്നു. അവരെല്ലാവരും അവിടെ നിന്നു. സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, ഇനി മേൽ പാപം ചെയ്യരുത്. എറിയാൻ നിന്ന യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ലെറിയാൻ പറഞ്ഞു. അവരെല്ലാം കല്ല് ഇട്ടേച്ച് പോയി, പേടിച്ചു. കാരണം പറഞ്ഞാൽ എല്ലാവരും പാപികളാണ്. ചിലർ ഈ ആക്ഷേപിക്കുന്നവരുണ്ട്, ബിക്കോസ് വിശ്വാസത്തിൽ പോകുന്നവർ പലരും പെണ്ണുപിടിയന്മാരാണെന്ന്. ചിലർ സ്വന്തം സഹോദരന്മാർ, സഹോദരിമാർ, ബന്ധുക്കൾ, ചർച്ചക്കാർ പലരും ഇങ്ങനെ തുടർന്ന് ആക്ഷേപിക്കുന്നത് കേൾക്കാനിടയായിത്തീരും. അങ്ങനൊന്നുമില്ല. കാരണം ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന യേശുവായിട്ടുള്ള ബന്ധത്തിൽ, സഭാബന്ധത്തിൽ പോകുന്നവർ അവിടെ ഒരു ഉപദേശമുണ്ട്. പാവത്തെ വെറുത്ത് ജീവിക്കുക, വേർപെട്ട ജീവിതം. അതായത് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപങ്ങൾ, അങ്ങനെ മരവിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് കാതലായ ഉപദേശം എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ തീർച്ചയായി ദൈവത്തിൻ്റെ ഗോപാഗ്നിയിൽ വീണു പോകുവാൻ ഇടയാകരുത്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നവർ അജ്ഞതരാണ്, അവർക്ക് വിവരമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ വചനമാണ്. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഭക്ഷണമല്ലാതെ വേറെ ഒന്നും കഴിക്കുന്നില്ല, വേറൊരു പാപപ്രവർത്തനങ്ങളിലൊന്നുമില്ല. ഞാൻ ദൈവത്തിനെ അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ പാടി പ്രാർത്ഥിച്ചൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. സിനിമ കാണുമോ എന്ന് ചോദിച്ചു. ഞാൻ പറയില്ല. അതുപോലെ മദ്യപിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. ബീഡി വലിക്കുമോ എന്ന് ചോദിച്ചില്ല. പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ച് ഞാനെല്ലാം ഇല്ല എന്ന് പറഞ്ഞു. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അങ്ങനെയാണ്, വിശുദ്ധിയും വേർപാടുമാണ്. അപ്പോൾ അദ്ദേഹം പറയാ, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, ചത്തുകളെ. അപ്പോൾ അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ലോകത്തിൽ ഒരു ജീവിതമല്ലേ ഉള്ളു, പാപം ചെയ്ത് ജീവിച്ച് ഒക്കെ പോവുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റായ വഴിയിൽ ജീവിച്ച് മരിച്ച് പോവുക എന്നുള്ള ചിന്തയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവവചനം അങ്ങനെ പാപം ചെയ്യുവാൻ പ്രോത്സാഹനം പറയുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിലില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ പാവനിയായ അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ അകപ്പെട്ട ഈ സ്ത്രീയോട് പറഞ്ഞത്, ഇനിമേൽ പാപം ചെയ്യരുതെന്നാണ്. ഇനിമേൽ ഇതുവരെ ചെയ്തത് ദൈവം ക്ഷമിച്ചു, ഇനിമേൽ ചെയ്യരുതെന്നാണ്. അപ്പോൾ ഒരു വിശുദ്ധ ജീവിതം വേണമെന്നാണ് യേശു ക്രിസ്തു അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1-ാം സങ്കീർത്തനത്തിൽ വായിക്കും, ദുഷ്ടന്മാർ ആലപ്പുറം നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ,
പരിഹാസനത്തെ ഇടിപ്പാടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാന്മാർ എന്നാണ് വിശുദ്ധ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പാതയിൽ പിൻപറ്റുന്നവർ പിന്നെ പാവത്തിൻ്റെ വഴിയിൽ പോകാൻ പാടില്ല എന്നാണ് വചനം പ്രഖ്യാപിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പഴയ നിയമത്തിൽ പല്ലിന് പല്ല്, കൈക്ക് കൈയായി. ഇതുപോലെ ന്യായപ്രമാണം പറയുന്നത് പോലെ അതിനനുസരിച്ചുള്ള ശിക്ഷകൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇളവ് നൽകി ദൈവം ഇപ്പോൾ നാം പാപം ചെയ്യുവാൻ പോകാതിരുന്നാൽ മതി, പരിശുദ്ധ ആത്മാവ് നമ്മെ നീതികളിൽ നടത്തും. നമ്മൾ പറയേണ്ടതും നമ്മൾ ചെയ്യേണ്ടതൊക്കെ പരിശുദ്ധ ആത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തും. തെറ്റായ ചിന്തകൾ, ഞാൻ ഈ ദൈവത്തെ വിശ്വസിച്ചിട്ട് കുറേ നാളായി, 10-20 വർഷമാവും. അന്നും ഇന്നുവരെയും ദൈവത്തിൻ്റെ ഈ ലോകത്തിലുള്ളതായ പാപത്തിൻ്റെ വഴികളിലൊന്നും ഞാൻ പോയിട്ടുമില്ല, ഇനി പോകത്തുമില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന നീതിമാന്മാരെ അല്ല ദൈവം രക്ഷിക്കാൻ പോകുന്നത്, പാപികളെയാണ്. നീതിമാൻ ഒരുത്തൻ പോലുമില്ല, നീതീകരിപ്പാൻ ഒരുത്തൻ പോലുമില്ല. പാവമില്ല എന്ന് പറഞ്ഞ് തന്നെത്താൻ വഞ്ചിക്കുകയാണ്. പാവങ്ങളെ ഏറ്റു പറയുന്നെങ്കിലോ സകല പാപവും പോക്കി സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ വിശുദ്ധനും നീതിമാനുമായ ദൈവമാണ്. മാത്രമല്ല, ജീവിതത്തിൽ ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും പാവത്തിൻ്റെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പലരും മോശമായ രീതിയിലാണ് മനുഷ്യനോട് തെറ്റായ രീതിയിൽ സങ്കല്പം വെച്ച് സംസാരിക്കുന്നത്. ദൈവമായ കൂട്ടായ്മയിൽ പോകുന്നവർ ദൈവം പറയുന്നതനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകണം എന്നാണ് ദൈവജനം നമ്മെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് വിശുദ്ധ ഉപദേശമാണ്. നിങ്ങൾ ധരിക്കും പോലെ ബോധിച്ച പ്രകാരം ജീവിക്കുകയല്ല. ചിലപ്പോൾ വിചാരിക്കും ബൈബിൾ കൊടുത്ത് ബോധിച്ച പ്രകാരം ജീവിക്കുകയല്ല. കാരണം യേശുവിനെ വിശ്വസിച്ചിറങ്ങിയവർക്കുള്ളിൽ ഒരു ഭയമുണ്ട്, ദൈവമായ ഒരു ബന്ധത്തിൽ ഭയമുണ്ട്. പറയുന്നതൊക്കെ തെറ്റാണ്, ചെയ്താൽ ദൈവത്തിൻ്റെ വിവാദത്തിൽ വീഴുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമുള്ള വഴികളിലൊന്നും പോവില്ല. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ മോശമായ രീതിയിൽ ദൈവഭാഗത്ത് വരുന്നവരെ ചിന്തിക്കുന്നെങ്കിൽ വെറും തെറ്റാ. നിങ്ങൾ തന്നെ അടി പേടിക്കുക, വടി കൊടുത്ത് അടി പേടിക്കുക എന്ന് പറയുന്ന പോലെ. ദൈവഭക്തമായി ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞു പോകെ അങ്ങ് തൊട്ടുപോകെ. അതായത് ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരെ തൊട്ടുപോകെ. എന്തെങ്കിലും സംഭവിക്കും, ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാവും. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധത്തിൽ അവർ വേർപെട്ട് ജീവിക്കുകയാണ്. പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ മദ്യപിച്ച ഒരാളാണ് മദ്യപിക്കുന്നില്ല, കഴിഞ്ഞ നാളുകളിൽ വെടിവലിച്ച ഒരാളാണ് വെടിവലിക്കുന്നില്ല, കഴിഞ്ഞ നാളുകളിൽ മദ്യപിച്ച ഒരാളാണ് മദ്യപിക്കുന്നില്ല. അങ്ങനെ പാപത്തിൻ്റെ വഴിയിൽ ജീവിച്ചവർ അതെല്ലാം ഉപേക്ഷിച്ച ദൈവസനത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുകയാണ്. അതാണ് പെന്തക്കോസ്ത് ആരാധന എന്ന് പറയുന്നത്. പെന്തക്കോസ്തുകാർ ആർക്കും ദോഷം ചെയ്യുന്നവരല്ല. പെന്തക്കോസ്തുകാർ ആർക്കും ദോഷക്കാരല്ല. അവർ ദേശത്തിന് നല്ലവരാണ്.
കാരണം അവർ ഒരു ദ്രോഹത്തിനും പോകുന്നില്ല. ആരെങ്കിലും ഇവരൊക്കെയുള്ള 1-2 പേര് കാണുമായിരിക്കും. അല്ലാതെ മൊത്തത്തിൽ അവർ ദൈവിക ഭയമുള്ളവരാ. അവരുടെ ഉള്ളിൽ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പാതയിൽ ജീവിക്കുന്ന സഹോദരികളുണ്ട്, സഹോദരന്മാരുണ്ട്. അവരൊക്കെ ദൈവത്തെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവഭയം സർവ്വജയമെന്നാണ്. അതുകൊണ്ട് അവർക്ക് ഒരു നിത്യതയുണ്ട്, അവർക്കൊരു പ്രത്യാശയുണ്ട്, അവർക്കൊരു രക്ഷകനുണ്ട് എന്നുള്ള ഭയത്തിൽ സർവശക്തനായ ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും സ്തുതിയും താഴ്മയോടെ വിനയത്തോടെ ജീവിച്ചു പോകുന്നവരാണ് ബന്ധകോസുകാരെന്ന് പറയുന്നത്. ആരെങ്കിലും ബന്ധകോസുകാരെ കുറിച്ച് എന്തെങ്കിലും തെറ്റായ ധാരണ ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ വിഡ്ഢിത്തരമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേടാണ്. കാരണം ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്നവരാണ് ബന്ധകോസുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ആലോചനകൾ ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ വഴി ജീവിക്കുന്നതാണെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അവർ ഒതുങ്ങി ജീവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഹൃദയത്തിൻ്റെ നിലവാരങ്ങൾ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മെ ആ നേർവഴിയിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഈ ദൈവത്തിനുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ ഉപദേശങ്ങൾ നീതിയുടെ ഉപദേശമാണ്. തെറ്റായ വഴി പഠിപ്പിക്കുന്നത് അല്ല ദൈവവചനം. മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ തെറ്റിച്ചെന്ന് പെടുന്നതല്ലാതെ ദൈവവചനത്തിൽ ഒരിക്കലും തെറ്റായ പഠനമില്ല. കാരണം ശുദ്ധമായ വചനമാണ്. അവിടെ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഉപദേശങ്ങളാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നെങ്കിൽ അനന്തരമായ ഫലം ദൈവവചനത്തിലുണ്ട്. അവർ അത് അർഹനായി മാറും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പിന്നെ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളും തെറ്റുകളൊക്കെ സംഭവിച്ചാലും നീതിമാനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനായവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ദൈവത്തോട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വീക്ഷിക്കുമ്പോൾ ദൈവം ക്ഷമിച്ച് ചില അനീതി പോക്കി അവൻ ശുദ്ധീകരിപ്പാൻ നീതിമാനായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ യേശുവിൻ്റെ അരികിലേക്ക് വരണം. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ പാപവഴിയിൽ പാപാങ്കലമായ ജീവിതത്തിൽ പോകാതെ ദൈവഭാവത്തെ നേരോട് നീതിയോട് നിർമ്മലതയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കടന്നു വരണം. നിങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ആ വ്യഭിചാരം പിടിച്ച സ്ത്രീയോട് പറഞ്ഞ് ഇനിമേൽ പാപം ചെയ്യരുത്. ഒരു താക്കീത യേശു ക്രിസ്തു കൊടുക്കുകയാണ്. കാരണം ഇതുവരെ പാപം ചെയ്തു, ഇനി മേൽ പാപം ചെയ്യരുത്, വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഉപദേശം അത് തന്നെയാണ്. ഈ ലോകത്തിൽ ഒരു വേർപെട്ട ജീവിതം, പാപത്തിൽ അനുരൂപമാകാതെ വിശുദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക, നമ്മുടെ ശരീരം നിലനിൽക്കുന്നതിന് ഭക്ഷണം കഴിക്കുക, പിന്നെ നമ്മൾ യാതൊന്നിനും പോകാൻ പാടില്ല. അതാണ് ദൈവത്തിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക, വചനം പഠിക്കുക, ദൈവവചനത്തിൻ്റെ ആധികാരികതകളെ മനസ്സിലാക്കുക, ഉപദേശത്തിന് ശ്രദ്ധ കൊടുക്കുക, നീതിമാനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയിലേക്ക് നടത്തേണ്ടതിന് വേണ്ടി നമ്മെ സമർപ്പിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ നടത്തുവാനിടയായിത്തീരും. കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. കർത്താവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറ്റുവാൻ മതിയായ ദൈവമാണ്. വിശുദ്ധനായ ദൈവം യേശു ക്രിസ്തു വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട്
ക്രിസ്തുവിൻ്റെ ഉപദേശം പഴയ നിയമത്തിലും വിശുദ്ധി ഉണ്ടായിരുന്നു, പുതിയ നിയമത്തിലും വിശുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഗുരുദാസിനെ കുറിച്ചോ തെറ്റായ ഒരു ധാരണയുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കുഴപ്പമുണ്ടാകും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ.